ഡൽഹിയിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ കുടുംബത്തിൽ നിന്നുമുള്ളയാളാണ് പർവേഷ് വർമ്മ. മുൻ ബി.ജെ.പി. നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായിരുന്ന സാഹിബ് സിംഗ് വർമ്മയുടെ മകനാണ് പർവേഷ്. അദ്ദേഹത്തിന്റെ അമ്മാവൻ ആസാദ് സിംഗ് നോർത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ മേയറായി സേവനം അനുഷ്ഠിക്കുകയും മുൻകാ നിയോജക മണ്ഡലത്തിൽ നിന്നും 2013 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. ടിക്കറ്റിൽ മത്സരിക്കുകയും ചെയ്തു. 1977 ജനിച്ച പർവേഷ് വർമ്മ ആർ.കെ.പുരത്തെ ഡൽഹി പബ്ലിക് സ്കൂളിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. തുടർന്ന് ഡൽഹി സർവകലാശാലയിലെ കിരോരി മോൾ കോളേജിൽ നിന്നും ആർട്ടിൽ ബിരുദം നേടി. ഇതിനെ തുടർന്ന് ഫോർ സ്കൂൾ ഓഫ് മാനേജ്മെന്റിൽ MBAയും നേടി. 2013 മൊഹറോളി മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ഡൽഹി നിയമസഭയിൽ വിജയം നേടിയതോടെയാണ് രാഷ്ട്രീയത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ പ്രവേശനം ആരംഭിച്ചത്. 2014 വെസ്റ്റ് ഡൽഹി പാർലമെന്ററി സീറ്റ് നേടിയതിലൂടെ അദ്ദേഹം കൂടുതൽ വിജയങ്ങൾ നേടിത്തുടങ്ങി. തുടർന്ന് 2019 5.78 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ അദ്ദേഹം വീണ്ടും തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു. അതിനുശേഷം ഒരു തോൽവി പോലും അറിയാതെ അദ്ദേഹം സ്വന്തം റെക്കോർഡുകൾ തകർത്തു. 2019 2024 തിരഞ്ഞെടുപ്പുകളിലും അതേ മണ്ഡലത്തിൽ നിന്നും MPയായി തിരഞ്ഞെടുക്കപ്പെട്ടു. MP ആയിരുന്ന കാലത്ത് പാർലമെന്റ് അംഗങ്ങളുടെ ശമ്പളവും അലവൻസും സംബന്ധിച്ച സംയുക്ത സമിതിയിൽ അംഗമായും നഗരവികസനത്തിനായുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 2025 ഡൽഹി തെരഞ്ഞെടുപ്പിന് മുൻപ് പർവേഷ് വർമ്മ കെജ്രിവാളിനെ നീക്കം ചെയ്യുക, രാഷ്ട്രത്തെ രക്ഷിക്കുക എന്ന പേരിൽ ഒരു ക്യാമ്പയിനും ആരംഭിച്ചിരുന്നു. നിലവിലെ ആം ആദ്മി ഭരണകൂടം അവരുടെ പ്രാഥമിക പ്രതിബദ്ധതകൾ നിറവേറ്റുന്നില്ല എന്നും അദ്ദേഹം നിശിതമായി വിമർശിച്ചു. തന്റെ പ്രചാരണത്തിൽ വർമ്മ ഡൽഹി സർക്കാരിന്റെ ഭരണപരമായ പ്രകടനത്തെ ശക്തമായി അപലപിച്ചു. പ്രത്യേകിച്ച് മലിനീകരണ ആശങ്കകൾ കൈകാര്യം ചെയ്യുന്നതിൽ, സ്ത്രീകൾക്കുള്ള സുരക്ഷ, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ. നഗരത്തിനൊരു പ്രധാന പാരിസ്ഥിതിക വെല്ലുവിളിയായി തുടരുന്ന യമുനാ നദി ശുചീകരിക്കാനുള്ള അവരുടെ നിറവേറാത്ത പ്രതിബദ്ധത അദ്ദേഹം പ്രത്യേകം ചൂണ്ടിക്കാട്ടിയിരുന്നു. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.